നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ശബരിമലയിൽ സ്ത്രീപ്രവേശനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ശബരിമല കർമ്മസമിതി ആഹ്വാനം ചെയ്ത ഹർത്താൽ ഭാഗികം. ശബരിമല വിഷയത്തിൽ അഞ്ചാമത്തെയും ഈ വർഷത്തെ ആദ്യത്തെയും ഹർത്താലാണ് വ്യാഴാഴ്ചത്തേത്. അധികൃതരുടെ അവഗണനയിൽ വീർപ്പുമുട്ടി പെരിങ്ങോം വെളിച്ചം തോട് റോഡ്. അരനൂറ്റാണ്ടിലധികം പഴക്കമുള്ള ഈ റോഡ് പൂർണ്ണമായും തകർന്നിട്ട് വർഷങ്ങൾ. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡിനാണ് ഈ അവഗണന. ഗെയിൽ വാതക പൈപ്പ് ലൈനിനായി കുഴിയെടുത്ത വയലുകളിൽ രണ്ടാം വിളയും ഇറക്കാനായില്ല. ഇതോടെ പൈപ്പിട്ട വയലുകളിൽ ഹ്രസ്വകാല വിളകൾ കൃഷി ചെയ്യാമെന്ന ഗെയിൽ അധികൃതരുടെ വാദവും പൊളിഞ്ഞു. പയ്യന്നൂർ പൂന്തുരുത്തി മുച്ചിലോടെ പെരുങ്കളിയാട്ട ഒരുക്കങ്ങളിലേക്ക്. പ്രവർത്തികൾക്ക് തുടക്കം കുറിച്ച് നിലംപണി അടിയന്തരം ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ നടന്നു. ഒടുവിൽ കാങ്കോൽ ചീമേനി റോഡിനു ശാപമോക്ഷം. വർഷങ്ങളായി ഗതാഗതം ദുഷ്കരമാക്കിയ ഈ റോഡിന്റെ നിർമ്മാണ പ്രവർത്തികൾ അതിവേഗം പുരോഗമിക്കുകയാണ്. വിശദമായ വാർത്തകളിലേക്ക്. ശബരിമലയിൽ സ്ത്രീപ്രവേശനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ശബരിമല കർമ്മസമിതി ആഹ്വാനം ചെയ്ത ഹർത്താൽ ഭാഗികം. ശബരിമല വിഷയത്തിൽ അഞ്ചാമത്തെയും ഈ വർഷത്തെ ആദ്യത്തെയും ഹർത്താലാണ് വ്യാഴാഴ്ചത്തേത്. പയ്യന്നൂരിലും പരിസര പ്രദേശങ്ങളിലും കടകമ്പോളങ്ങൾ ചിലയിടങ്ങളിൽ തുറന്നു പ്രവർത്തിച്ചു. അക്രമ സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ശബരിമലയിൽ യുവതീ പ്രവേശനം സ്ഥിരീകരിച്ചതോടെ സംസ്ഥാനത്തെങ്ങും പ്രതിഷേധം അക്രമാസക്തമായിരുന്നു. ശബരിമല വിഷയത്തിൽ അഞ്ചാമത്തെയും ഈ വർഷത്തെ ആദ്യത്തെയും ഹർത്താലാണ് ഇന്നത്തേത്. ആദ്യ മണിക്കൂറിൽ തന്നെ പലയിടത്തും വ്യാപക ആക്രമണം റിപ്പോർട്ട് ചെയ്തിരുന്നു. പയ്യന്നൂരിലും എടാട്ടും KSRTC ബസിന് നേരെ കല്ലേറുമുണ്ടായി. കണ്ണൂരിൽ നിന്നും ജനങ്ങളുടെ ആവശ്യപ്രകാരം പോലീസ് സുരക്ഷയൊരുക്കുമെന്ന ഉറപ്പോടുകൂടിയാണ് KSRTC പയ്യന്നൂരിലേക്ക് സർവീസ് നടത്തിയത്. എന്നാൽ എടാട്ടിൽ നിന്നും ബൈക്കിലെത്തിയ രണ്ടുപേർ ബസിന് കല്ലെറിയുകയായിരുന്നു. പരിക്കേറ്റ ബസ് ഡ്രൈവർ ആശുപത്രിയിൽ പ്രവേശിക്കുകയും പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. ഹർത്താലിനോട് സഹകരിക്കില്ലെന്ന് വ്യാപാര സംഘടനകൾ പറഞ്ഞിരുന്നുവെങ്കിലും പലയിടങ്ങളിലും അക്രമത്തെ ഭയന്ന് കടകൾ തുറന്നു പ്രവർത്തിച്ചില്ല. അവശ്യ സർവീസായ പാൽ, പത്രം തുടങ്ങിയവയും പതിവ് പോലെ തന്നെ ഉണ്ടായിരുന്നു. പയ്യന്നൂരിൽ പച്ചക്കറി മാർക്കറ്റും ചില കടകളും ഹോട്ടലുകളും തുറന്നു പ്രവർത്തിച്ചു. ഓട്ടോറിക്ഷയും സർവീസ് നടത്തി. തൃക്കരിപ്പൂരിൽ തുറന്നു പ്രവർത്തിച്ച KSEB ഓഫീസ് സമരാനുകൂലികളെത്തി പൂട്ടിക്കുകയും ചെയ്തിരുന്നു. തങ്കേമുക്കിലെ ദിനേശ് ബീഡി കമ്പനിയിൽ 90ഓളം തൊഴിലാളികൾ ജോലിക്കായി എത്തിയിരുന്നു. എന്നാൽ സമരാനുകൂലികൾ ശരണം വിളിയോടെ കമ്പനിക്ക് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തുകയും തുടർന്ന് ചന്തേര പോലീസിന്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ കമ്പനി പൂട്ടുകയും ചെയ്തു. ഇതോടനുബന്ധിച്ച് സുരക്ഷ ശക്തമാക്കുമെന്നും പോലീസ് അറിയിച്ചു. പിലാത്രയിൽ കടകമ്പോളങ്ങളെല്ലാം തന്നെ തുറന്നു പ്രവർത്തിച്ചു. കരിവള്ളൂർ, കാങ്കോൽ, ചീമേനിയിലും ഹർത്താൽ ഭാഗികമായിരുന്നു. പഴയങ്ങാടിയിലും ഹർത്താൽ ഭാഗികം. മലയോരത്ത് കടകമ്പോളങ്ങളെല്ലാം തന്നെ അടഞ്ഞുകിടന്നു. സുരക്ഷയൊരുക്കാൻ പോലീസ് സന്നദ്ധത അറിയിച്ചെങ്കിലും വ്യാപാരികൾ പ്രതിഷേധത്തെ ഭയന്ന് കടകൾ തുറക്കാൻ തയ്യാറായില്ല. സംസ്ഥാന വ്യാപകമായി അക്രമങ്ങളുണ്ടായ സാഹചര്യത്തിൽ പോലീസ് കനത്ത ജാഗ്രതയിലുമാണുള്ളത്. ഹർത്താൽ ദിനത്തിലുണ്ടാകുന്ന അക്രമങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനാണ് ബുധനാഴ്ച ചീഫ് സെക്രട്ടറിയും സംസ്ഥാന പോലീസ് മേധാവിയുടെയും അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലുണ്ടായ തീരുമാനം. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ഹർത്താലിൽ കുരുങ്ങാതെയും കുലുങ്ങാതെയും നഗരങ്ങൾ. ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിച്ചതിനെ തുടർന്ന് ശബരിമല കർമ്മസമിതി ആഹ്വാനം ചെയ്ത ഹർത്താലിനെ ജനം തള്ളുന്ന കാഴ്ചയാണ് മിക്കയിടങ്ങളിലും കണ്ടത്. ഹർത്താൽ എന്ന് കേട്ട പാതി കേൾക്കാത്ത പാതി ആഘോഷിക്കാനൊരുങ്ങുന്ന മലയാളി മാറ്റി ചിന്തിച്ചു തുടങ്ങി. അപ്രഖ്യാപിത ഹർത്താലുകളെ പ്രതിരോധിക്കുമെന്ന് ഡിസംബർ 14 നടന്ന ഹർത്താൽ ദിനത്തിൽ തന്നെ പലരും തീരുമാനമെടുത്തിരുന്നു. എന്തിനും ഏതിനും ഹർത്താൽ നടത്തിയാൽ വിജയിപ്പിക്കാൻ ആളുണ്ടെന്ന് നടത്തുന്നവർക്കറിയാം. പക്ഷേ ഓരോ ഹർത്താൽ ദിനവും ഉണ്ടാക്കുന്ന നഷ്ടങ്ങൾ എത്രയെന്ന് ആരും അറിയുന്നുമില്ല. ഹർത്താൽ എന്നു കേട്ടാലേ വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ മടിക്കുന്ന നമ്മൾക്ക് ഇത് മറ്റുള്ളവരെ എങ്ങനെ ബാധിക്കുമെന്ന് അറിയില്ല. വ്യാപാര സ്ഥാപനങ്ങളും ഹോട്ടൽ ഉടമകളുമൊക്കെ ഹർത്താലിനെതിരെ രംഗത്ത് വന്നു കഴിഞ്ഞു. അടിക്കടി ഉണ്ടാകുന്ന ഹർത്താലുകളെ വിജയിപ്പിക്കില്ല എന്ന് ഒറ്റക്കെട്ടായി തീരുമാനവും എടുത്തു തുടങ്ങി. മാടായി ഏരിയയിലെ വ്യാപാരി വ്യവസായി സമിതി ഹർത്താൽ ദിനത്തിൽ കടകൾ തുറന്നു. പിലാത്തറ ടൗണിലെ മിക്ക കടകളും തുറന്നു പ്രവർത്തിച്ചു. വ്യാപാരി വ്യവസായി സമിതി മാടായി ഏരിയ സെക്രട്ടറി TC വിൽസന്റെ വാക്കുകൾ.
ഹർത്താലുകൾ വരിക. അപ്പോൾ പല ഫ്രൂട്ട്സ് കച്ചവടക്കാർ, ഹോട്ടലുകാർ, അതുപോലെ തന്നെ പച്ചക്കറി കച്ചവടക്കാർ ഇവരൊക്കെ തന്നെ സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ ആയിരിക്കും അറിയുന്നുണ്ടാവുക ഹർത്താലാണ്. അപ്പോൾ ആ സാധനങ്ങൾ കംപ്ലീറ്റ് നശിച്ചു പോകുന്നൊരവസ്ഥയാണുള്ളത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് വ്യാപാരികളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇപ്പോൾ പൊതുവേ തന്നെ വ്യാപാര മാന്ദ്യമാണ്. എല്ലാ സ്ഥലത്തും കച്ചവടം ഇല്ലാത്തൊരവസ്ഥയാണുള്ളത്. അപ്പോൾ വലിയ ലോണുകളൊക്കെ എടുത്ത് കച്ചവടം നടത്തുന്ന വ്യാപാരികൾക്ക് ഇതുപോലെ ഉണ്ടാകുന്ന ഹർത്താലുകൾ അവരുടെ ജീവിതം വഴിമുട്ടിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ഇന്നലെ ഇപ്പോൾ കുറേ ദിവസങ്ങളായി വ്യാപാരികൾ ഇങ്ങോട്ട് നമ്മളോട് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. എല്ലാ ഹർത്താലുകൾക്കും ഇങ്ങനെ വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചിടുന്ന ഒരു സ്ഥിതി മാറ്റിയെടുക്കണം, എല്ലാവരും കട തുറക്കണം എന്നുള്ള ഒരു വ്യാപാരികളുടെ ആവശ്യം മുൻനിർത്തിയാണ് നമ്മൾ ഇന്നലെ എല്ലാ മാടായി ഏരിയയിലെ മുഴുവൻ വ്യാപാരികളോട് തുറക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടത്. ഓട്ടോ തൊഴിലാളികൾ പതിവ് പോലെ നിരത്തിലിറങ്ങി. KSRTC, സ്വകാര്യ ബസ്സുകൾ എന്നിവ ഓടാത്തതിനാൽ തന്നെ കാര്യമായ തിരക്ക് അനുഭവപ്പെട്ടില്ലെങ്കിലും സ്വകാര്യ വാഹനങ്ങൾ സജീവമായതിനാൽ ഹർത്താലിന്റെ പ്രതീതിയും ഉണ്ടായില്ല. അപ്രഖ്യാപിതവും അനാവശ്യവുമായ ഹർത്താലുകളെ എങ്ങനെ പ്രതിരോധിക്കാമെന്ന് പൊതുജനം ചിന്തിച്ചു തുടങ്ങിയതിന്റെ സൂചനയാണ് ഈ ഹർത്താൽ ദിനത്തിൽ പലയിടങ്ങളിലും ദൃശ്യമായത്. ഹർത്താലിനെ ആഘോഷമാക്കുന്നതാണ് മലയാളിയുടെ പൊതു സ്വഭാവം. എങ്കിലും അടിക്കടി ഉണ്ടാകുന്ന ഇത്തരം അപ്രഖ്യാപിത ഹർത്താലുകളെ മലയാളി മടുത്തു തുടങ്ങിയിരിക്കുന്നു. അതിന്റെ ലക്ഷണമാണ് മിക്ക നഗരങ്ങളിലും കണ്ടുവരുന്നത്. പിലാത്തറ മേഖലയിൽ വ്യാപാരികൾ ഒന്നടങ്കം ഹർത്താലിനെതിരെയാണ് ഇത്തവണ. ഓട്ടോ തൊഴിലാളികളും വ്യാപാരികളും ഇത്തവണ ഹർത്താൽ ദിനത്തിൽ സജീവമായി നഗരത്തിലുണ്ട്. വ്യാപാരി വ്യവസായി സമിതി പോലുള്ള മിക്ക സമിതികളും ഇത്തവണ ഹർത്താലിനെതിരെയാണ് പ്രവർത്തിക്കുന്നത്. മലയാളി ഒന്ന് ശ്രമിച്ചാൽ ഇത്തരം അപ്രഖ്യാപിത ഹർത്താലുകളെ ചെറുക്കാവുന്നതേ ഉള്ളൂ എന്നതിന്റെ ഉദാഹരണം കൂടിയാണ് ഇത്. ക്യാമറമാൻ പ്രണവ് പെരുമ്പയ്ക്കൊപ്പം ശ്രീലേഖ രാകേഷ്, നെറ്റ്വർക്ക് ന്യൂസ്. ശബരിമല കർമ്മസമിതി ആഹ്വാനം ചെയ്ത ഹർത്താലിനെതിരെ പയ്യന്നൂരിൽ LDF പ്രതിഷേധ പ്രകടനം നടത്തി. പഴയ ബസ് സ്റ്റാൻഡിന് സമീപത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി പഴയ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. തുടർന്ന് പൊതുയോഗവും നടന്നു. അനാവശ്യമായി ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ച ഹർത്താലിൽ പ്രതിഷേധിച്ചാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംസ്ഥാനത്തുടനീളം പ്രതിഷേധ പ്രകടനം നടത്തിയത്. ഇതോടനുബന്ധിച്ച് പയ്യന്നൂരിൽ നടന്ന പ്രകടനത്തിൽ ആയിരക്കണക്കിന് പ്രവർത്തകർ അണിചേർന്നു. കോടതി വിധിയെ എതിർക്കുന്ന നയമാണ് BJP സ്വീകരിച്ചു വരുന്നതെന്നും വിശ്വാസത്തിന്റെ പേരിൽ സാധാരണക്കാരായ ജനങ്ങളെ ദ്രോഹിക്കുന്നതാണ് ഇന്നത്തെ ഹർത്താലെന്നും വനിതാ മതിലിന്റെ വിജയം കണ്ട് വിളറി പൂണ്ടാണ് മനഃപൂർവ്വം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതെന്നുമുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തിയായിരുന്നു പ്രകടനം. പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച പ്രകടനം പയ്യന്നൂർ ടൗൺ ചുറ്റി പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. വിശ്വാസത്തിന്റെ പേരിൽ ജനങ്ങളെ തെരുവിലിറക്കുകയാണ് RSS ചെയ്യുന്നതെന്നും സുപ്രീം കോടതി വിധിക്കനുസരിച്ച് ശബരിമലയിൽ സ്ത്രീപ്രവേശനം നടത്തിയതിൽ പ്രതിഷേധിച്ച് BJPയും സംഘപരിവാർ സംഘടനകളും ശബരിമല കർമ്മസമിതിയും നടത്തിയ ഹർത്താൽ വനിതാ മതിലിനോടുള്ള പ്രതിഷേധമാണെന്നും സുപ്രീം കോടതി വിധി ലംഘിച്ച് കോടതിയലക്ഷ്യമാണിവർ നടപ്പിലാക്കുന്നതെന്നും ദൈവത്തിന്റെ വാതിലുകൾ ജനങ്ങളുടെ മുന്നിൽ അടച്ചിടുന്ന സമീപനമാണ് RSS ചെയ്യുന്നതെന്നും തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TI മധുസൂദനൻ പറഞ്ഞു. ഞങ്ങൾ ശബരിമല നട അടപ്പിക്കുക തന്നെ ചെയ്യും. അതിനെന്താ മാർഗെന്ന് പത്രക്കാർ ചോദിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങൾ മൂത്രം ഒഴിക്കും. ഇവിടെ ശബരിമല സന്നിധാനം. ഇവര് മൂത്രത്തിന്റെ അസുഖം ഉണ്ടെങ്കിൽ അത് ശബരിമലയിൽ പോയിട്ട് പ്രയോഗിക്കേണ്ട കാര്യമാണ്. അസുഖമുണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കണം. അതല്ലെങ്കിൽ ഞങ്ങൾ രക്തം തുള്ളികൾ എത്തിക്കും. ശബരിമല വിഷയത്തിൽ ഇതുവരെ നടത്തിയ ഹർത്താലെല്ലാം തന്നെ ജനങ്ങൾ സ്വീകരിച്ചിട്ടില്ലെന്നും ആത്മഹത്യ ചെയ്തയാളെ പോലും ബലിദാനികളാക്കുകയാണ് BJPക്കാർ ചെയ്യുന്നതെന്നും ശ്രീകൃഷ്ണൻ MLAയും കൂട്ടിച്ചേർത്തു. ഹർത്താലിൽ പ്രതിഷേധിക്കുന്നതിനുമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്ന് സംസ്ഥാനത്തുടനീളം പ്രതിഷേധ പ്രകടനങ്ങൾക്ക് ആഹ്വാനം നൽകിയിട്ടുള്ളത്. അത് എത്രമാത്രം ശരിയായ ഒരു നിർദ്ദേശമാണ് എന്നുള്ളത് ഇന്ന് രാവിലെ മുതൽ നമുക്ക് കാണാൻ കഴിഞ്ഞൊരു കാര്യമാണ്. കാരണം ഈ ശബരിമല വിഷയം വന്നതിനെ തുടർന്ന് ഇത് 7ാമത്തെ ഹർത്താലാണ്. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TI മധുസൂദനൻ, ശ്രീകൃഷ്ണൻ MLA, CPIM ഏരിയ സെക്രട്ടറി KP മധു, PV കുഞ്ഞപ്പൻ, V നാരായണൻ, KV ബാബു തുടങ്ങിയവർ പ്രകടനത്തിനും പൊതുയോഗത്തിനും നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ഹർത്താൽ ദിനത്തിൽ പയ്യന്നൂർ കരിവെള്ളൂർ ഗ്രാമത്തിലെയും ടൗണുകളിലെയും ജനജീവിതം എല്ലാം പതിവ് പോലെ തന്നെ. കടകളെല്ലാം തുറന്ന് പ്രവർത്തിക്കുകയും ഓട്ടോറിക്ഷകൾ സർവീസ് നടത്തുകയും ചെയ്തു. ഹർത്താൽ ബഹിഷ്കരിച്ച കരിവെള്ളൂർ ഗ്രാമക്കാഴ്ചകളിലേക്ക്.
ഹർത്താൽ ദിനത്തിൽ നാം കാണുന്ന കാഴ്ചകളിൽ നിന്നും വ്യത്യസ്തമാണ് പയ്യന്നൂർ പെരുമ്പ മാർക്കറ്റ്, വെള്ളൂർ, കരിവെള്ളൂർ ഗ്രാമങ്ങളിലെയും പട്ടണപ്രദേശങ്ങളിലെയും കാഴ്ചകൾ. പതിവ് പോലെ കച്ചവട സ്ഥാപനങ്ങളെല്ലാം തുറന്നു പ്രവർത്തിച്ചു. ഓട്ടോറിക്ഷ സർവീസും സാധാരണ പോലെ തന്നെ. ദൂരസ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് അവിടങ്ങളിലേക്ക് പോകാൻ സാധിക്കാത്തതിനാൽ ടൗണിലെത്തി കൂട്ടുകാരുമായുള്ള സ്നേഹ സംഭാഷണത്തിന്റെ കൂടി കാഴ്ചകളായിരുന്നു ചില സ്ഥലങ്ങളിൽ. മത്സ്യവില്പനക്കാരും പച്ചക്കറിക്കടയിലെ ജോലിക്കാരുമെല്ലാം ഹർത്താലിന്റെ ആലസ്യമില്ലാതെ തങ്ങളുടെ ജോലി ചെയ്യുന്നു. ഇങ്ങനെ ഹർത്താലിനെ തള്ളിക്കളഞ്ഞ കാഴ്ചയാണ് കരിവെള്ളൂർ ഗ്രാമത്തിൽ വ്യാഴാഴ്ച കണ്ടത്. ഹർത്താൽ വകവയ്ക്കാതെ തൊഴിലെടുക്കാനെത്തിയ തൃക്കരിപ്പൂർ പൂച്ചോൽ ബ്രാഞ്ച് ദിനേശ് ബി ഡി കമ്പനി തൊഴിലാളികളെ ഹർത്താൽ അനുകൂലികൾ തടഞ്ഞു. കമ്പനിക്കു മുന്നിൽ നാമജപം നടത്തി പ്രതിഷേധം ആരംഭിച്ചതോടെ തൊഴിലാളികൾ ജോലിയെടുക്കാതെ മടങ്ങി. രേഖാമൂലം നിങ്ങൾ ഇന്ന് ഇപ്പോൾ എഴുതി എല്ലാ ഹർത്താലും നമ്മൾ തുറക്കാൻ തയ്യാറാണെന്ന് ഇപ്പം നിങ്ങൾ ഒരു മീറ്റിംഗ് കൂടി നമ്മളെ കൂടെ നിന്ന് എല്ലാ സംഘടനയും വിളിച്ചോ, തൊഴിലാളി സംഘടനയെ വിളിച്ചോ, ബീഡി കമ്പനി തുറന്നോട്ടെ. ഹർത്താൽ ദിനത്തിൽ തൃക്കരിപ്പൂരിൽ ദിനേശ് ബി ഡി കമ്പനി തുറന്നു പ്രവർത്തിക്കാനുള്ള ബീഡി തൊഴിലാളികളുടെ ശ്രമം ഹർത്താൽ അനുകൂലികൾ തടഞ്ഞു. തൊഴിലെടുക്കുമെന്ന് തൊഴിലാളികളും വിടില്ലെന്ന് മറുപക്ഷവും തർക്കിച്ചതോടെ സംഘർഷാന്തരീക്ഷം ഉടലെടുത്തു. അടിക്കടിയുള്ള ഹർത്താൽ കാരണം ജീവിതം വഴിമുട്ടിയ നിലയിലാണെന്ന് ജോലിക്കെത്തിയ 93ഓളം വനിതാ തൊഴിലാളികൾ സമരക്കാരോട് പറഞ്ഞെങ്കിലും സന്ദർഭത്തിന്റെ ഗൗരവം വിശദീകരിക്കുകയായിരുന്നു ഹർത്താൽ അനുകൂലികൾ. പോലീസ് സംഘം സ്ഥലത്തെത്തിയെങ്കിലും നിഷ്പക്ഷത പാലിച്ചതോടെ ഹർത്താൽ അനുകൂലികൾ ദിനേശ് കമ്പനിക്ക് മുൻപിലിരുന്ന് നാമജപം തുടങ്ങി. മണിക്കൂറുകൾ ഇതേ നില തുടർന്നതോടെ CPIM BJP നേതാക്കൾ നടത്തിയ ചർച്ചയെ തുടർന്ന് കമ്പനി പ്രവർത്തിപ്പിക്കാതെ തൊഴിലാളികൾ മടങ്ങി. തുടർന്ന് ഹർത്താൽ അനുകൂലികൾ നാമജപ പ്രകടനം നടത്തി. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ഹർത്താൽ തൃക്കരിപ്പൂരിൽ പൂർണ്ണം. ഇരുചക്ര വാഹനങ്ങളും കല്യാണ ആവശ്യത്തിനുള്ള വാഹനങ്ങളും ഓടി. കടകൾ അടഞ്ഞുകിടന്നു. ബസ് സ്റ്റാൻഡിൽ കുട്ടികൾ കാൽപന്തു കളിച്ചു. KSCBയുടെ തൃക്കരിപ്പൂരിലെ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ കാര്യാലയം തുറന്നെങ്കിലും ഹർത്താൽ അനുകൂലികൾ അടപ്പിക്കുകയായിരുന്നു. പോലീസ് സാന്നിധ്യമല്ലാതെ ടൗൺ പൊതുവെ വിജനമായിരുന്നു. ഹർത്താലിനെ നേരിടുമെന്ന വ്യാപാരി നേതാക്കളുടെ പ്രസ്താവന കച്ചവടക്കാർ മുഖവിലക്കെടുത്തില്ലെന്ന് തന്നെ വേണം ഒരൊറ്റ കട പോലും തുറക്കാത്തതിൽ നിന്നും കരുതാൻ. ബസ് സ്റ്റാൻഡിൽ കുട്ടികൾ കാൽപന്ത് കളിച്ച് രസിച്ചു. ആളെ കയറ്റാതെ ഓടിവന്ന ബസിനെ പൂച്ചോലിൽ ഹർത്താലാനുകൂലികൾ തടഞ്ഞു നിർത്തി തിരിച്ചുവിട്ടു. ഹർത്താലാനുകൂലികൾ അയ്യപ്പനാമവും ഉരുവിട്ട് പ്രകടനം നടത്തി. നിരവധി പേർ പ്രകടനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ശബരിമല പ്രശ്നത്തിൽ പിണറായി സർക്കാർ കാണിക്കുന്ന അലംഭാവത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. വെങ്ങരയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചു. വെങ്ങര ഗാന്ധി മന്ദിരത്തിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനത്തിന് ശേഷം മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചു. EV മുരളീധരൻ, കൂടച്ചേരി ശ്രീജിത്ത്, ദീപക്, ലിജിത്ത്, MP മനോജ് എന്നിവർ നേതൃത്വം നൽകി. ശബരിമല കർമ്മസമിതി ആഹ്വാനം ചെയ്ത ഹർത്താലിൽ പ്രതിഷേധിച്ച് LDFന്റെ നേതൃത്വത്തിൽ പാടിയോട്ടുചാലിൽ പ്രതിഷേധ പ്രകടനം നടത്തി. നിരവധി പ്രവർത്തകർ അണിനിരന്നു. തുടർന്ന് നടന്ന പൊതുയോഗം സി സത്യപാലൻ ഉദ്ഘാടനം ചെയ്തു.
ആംബുലൻസിന് നേരെ അടിക്കടിയുണ്ടാകുന്ന അക്രമത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. പരിയാരത്തെ ആംബുലൻസ് ഡ്രൈവേഴ്സ് യൂണിയൻ CITU-വിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. ഹർത്താൽ ദിനമായ വ്യാഴാഴ്ച കണ്ണൂരിൽ സേവാഭാരതിയുടെ ആംബുലൻസും ജനുവരി 1 കാഞ്ഞങ്ങാട് പയ്യന്നൂർ IRPCയുടെ ആംബുലൻസും തകർത്തിരുന്നു. ഒരു വർഷം മിനിമം 2 ആംബുലൻസുകളെങ്കിലും സംസ്ഥാനത്ത് ആക്രമിക്കപ്പെടുന്നുണ്ടെന്നാരോപിച്ചാണ് ആംബുലൻസ് നേരെയുണ്ടാകുന്ന അതിക്രമത്തിൽ പ്രതിഷേധിച്ച് ആംബുലൻസ് ഡ്രൈവേഴ്സ് യൂണിയൻ CITU കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരിയാരത്ത് പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചത്. പരിയാരം കേന്ദ്രീകരിച്ച് നടന്ന പ്രകടനത്തിൽ നിരവധി പേർ അണിനിരന്നു. തുടർന്ന് നടന്ന പൊതുയോഗം CITU മാടായി ഏരിയ വൈസ് പ്രസിഡന്റ് TV പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ശൈലേന്ദ്രൻ തളിപ്പറമ്പ് അധ്യക്ഷനായി. വിജേഷ് പരിയാരം സ്വാഗതം ആശംസിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. അധികൃതരുടെ അവഗണനയിൽ വീർപ്പുമുട്ടി പെരിങ്ങോം വെളിച്ചം തോട് റോഡ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ റോഡിന് അരനൂറ്റാണ്ടിലധികം പഴക്കമുണ്ട്. അധികൃതരുടെ അനാസ്ഥയാണ് റോഡിന്റെ ശോച്യാവസ്ഥയ്ക്ക് കാരണമെന്നും ആക്ഷേപം. അരനൂറ്റാണ്ട് കാലത്തെ പഴക്കമുള്ള ഒരു റോഡ് പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുക്കാത്തതായി കേരളത്തിൽ ഇതുമാത്രമേ ഉണ്ടാകൂ. മറ്റൊരു പ്രത്യേകത കൂടി ഈ റോഡിനുണ്ട്. 1000-ലധികം ആളുകളുടെ ജനപങ്കാളിത്തത്തോടുകൂടി നവീകരണ പ്രവർത്തനം നടത്തിയ ഒരു റോഡ് ഇതുമാത്രമാണ്. എന്നിട്ടും ഇതിനെ അവഗണിച്ചു എന്ന് പറഞ്ഞാൽ അധികാരികളുടെ അലംഭാവമെന്നല്ലാതെ മറ്റൊന്നും പറയാൻ കഴിയില്ല. കണ്ണൂർ ജില്ലയിലെ പെരിങ്ങോത്ത് നിന്നും കാസർഗോഡ് ജില്ലയിലെ ചീമേനിയിലേക്ക് എത്താവുന്ന ഈ റോഡ് ഏറെ പ്രാധാന്യമറിയിക്കുന്ന ഒരു റോഡാണ്. പെരിങ്ങോം CRPF ക്യാമ്പിന്റെ പരിസരത്തുകൂടി പോകുന്ന ഈ പാത കാൽനട യാത്രയ്ക്ക് പോലും ദുസ്സഹമാവുന്ന രീതിയിലാണുള്ളത്. ഇതിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കാൻ പലതവണ പല വാതിലുകളും മുട്ടിയെങ്കിലും ഒരു നടപടിയും ഇതുവരെയായും ഉണ്ടായിട്ടില്ല. പഞ്ചായത്ത് റോഡായതുകൊണ്ട് തന്നെ സർക്കാരിന്റെ മറ്റേതെങ്കിലും ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ ഇതിന്റെ അറ്റകുറ്റപ്പണികൾ നടക്കൂ. ഇതിനുവേണ്ടി പഞ്ചായത്തും മറ്റധികൃതരും തയ്യാറാകുന്നില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. 1000 താഴെ ആളുടെ ശ്രമദാനപരമായിട്ട് ഇതൊരു റിപ്പയർ ചെയ്തു. അതിനുശേഷം 1993 ഇതേപോലെ തന്നെ 1000 ചില്ലുവാൻ ആൾക്കാരുടെ ശ്രമദാനം. അന്ന് വലിയ ഫണ്ടൊന്നുമില്ല. പഞ്ചായത്തിന് പരമാവധി 5000 രൂപ മാത്രമേ ചെലവഴിക്കാൻ അധികാരമുള്ളൂ. ജനകാര്യസൂത്രമൊന്നും വന്നിട്ടില്ല. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഈ ജനങ്ങളുടെ ബഹുജന പങ്കാളിത്തത്തോടുകൂടി ജനങ്ങളെ എല്ലാ വീട്ടിലും കയറി ഇറങ്ങി അവരുടെ റോഡിന്റെ താല്പര്യം മനസ്സിലാക്കി ഇത് ഒരു റിപ്പയർ നടത്തിയതാണ്. അനവധി സ്ത്രീകളും പുരുഷന്മാരും റിപ്പയർ നടത്തി. അതിനുശേഷം ഈ റോഡ് അവഗണിക്കപ്പെട്ടു. ഞാൻ വ്യക്തിപരമായ നിലയിൽ തന്നെ ഒരു ബസ് റൂട്ടിന് വേണ്ടിയിട്ട് കാഞ്ഞങ്ങാടുമായിട്ട് ബന്ധപ്പെട്ടു. പ്രൈവറ്റായിട്ടൊരു ബസ് പെർമിറ്റ് അനുവദിക്കാൻ വേണ്ടിയിട്ട് അത് ഒരുപാട് നടന്നെങ്കിലും സാധിച്ചില്ല. റോഡ് നന്നായി കഴിഞ്ഞിട്ട് സാധിച്ചില്ല. അന്നത്തെ കാലത്ത് ഒരുപാട് സാങ്കേതിക തടസ്സം നടന്നില്ല. അതിനുശേഷം ഈ റോഡ് ടാർ ചെയ്യാൻ വേണ്ടിയിട്ട് നിരന്തരമായിട്ട് സമ്മർദ്ദം ചെലുത്തി അന്തർജില്ലാ റോഡെന്നുള്ള നിലയിൽ നിരന്തരമായിട്ട് ബന്ധപ്പെട്ട അധികാരികളുമായിട്ട് ബന്ധപ്പെട്ട് സമ്മർദ്ദം ചെലുത്തി. അന്നേരം പിന്നെ ഇത് ഗ്രാമസഭ ഇത് ജനകീയാസൂത്രണം പരിപാടികളെല്ലാം വന്നു. അങ്ങനെ വന്നപ്പോൾ പഞ്ചായത്തിന് കൂടുതൽ ഫണ്ട് കിട്ടാൻ തുടങ്ങിയപ്പോഴത്തേന് കൂടുതൽ സമരമാർഗങ്ങളുമായിട്ട് ജനങ്ങൾ മുന്നോട്ട് വന്നു. പെരിങ്ങോത്ത് നിന്നും വെളിച്ചന്തോട് വരെ 5.5 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ റോഡിന് വൻ തുകയൊന്നും ആവശ്യമില്ല. എങ്കിലും കുഴികളടക്കുവാനുള്ള സംവിധാനമെങ്കിലും ചെയ്തു കൊടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വാർഡ് മെമ്പർ മുതൽ ത്രിതല പഞ്ചായത്തുകളും MLAയും MP-യും ഭരണവുമുണ്ടായിട്ടും ഈ റോഡിനു വേണ്ടി 1 രൂപ പോലും മുടക്കാൻ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. പഞ്ചായത്ത് റോഡ് ആയതുകൊണ്ടും ഭരണപക്ഷത്തെ 2 മെമ്പർമാരുണ്ടായിട്ടും ഇതിനുവേണ്ടി ശബ്ദിക്കാൻ ആരും ഇല്ലാത്ത അവസ്ഥയാണ് ഇവിടെയുള്ളത്. മറ്റ് വാർഡ് മെമ്പർമാർ എല്ലാവരും അതാത് വാർഡിന്റെ വികസനത്തിനായി പഞ്ചായത്ത് ഭരണസമിതിയും പണം കിട്ടുവാനുള്ള മറ്റു സോഴ്സുകളിൽ ബഹളമുണ്ടാക്കി നാട്ടിൽ വികസനമുണ്ടാക്കുമ്പോൾ വാർഡ് മെമ്പറേക്കാൾ ഉയർന്ന പദവിയിലുള്ള ഭരണസമിതി അംഗം മിണ്ടാത്തതിനും കാരണമെന്താണെന്നും ആർക്കും മനസ്സിലാകുന്നില്ല. എന്നാൽ ഈ റോഡിന് 1/4 കോടിയിലേറെ രൂപ പഞ്ചായത്ത് വകയിരുത്തിയതായാണ് കിട്ടിയ വിവരം. അതിന്റെ നടപടികളൊന്നും അറിയുന്നില്ലെന്ന് മാത്രമല്ല, ഏത് കാലത്ത് ഈ റോഡിന്റെ ടാറിംഗ് നടക്കുമെന്നതും കണ്ടറിയേണ്ടിയിരിക്കുന്നു. റോഡ് നവീകരണത്തിനും വികസനത്തിനുമായി കോടികൾ മുടക്കുന്ന പഞ്ചായത്ത് ഈ റോഡിനെ മാത്രം അവഗണിക്കുന്നത് എന്ത് എന്ന ചോദ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറയുന്നത് പോലെ ഇവിടെ കരയാൻ പഞ്ചായത്ത് മെമ്പറോ അധികൃതരോ ഇല്ലെന്നാണ് നാട്ടുകാരുടെ പ്രതിഷേധം. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി മനോജ് ചെറുപുഴ.
ഗെയിൽ വാതക പൈപ്പ് ലൈനിനായി കുഴിയെടുത്ത വയലുകളിൽ രണ്ടാം വിളയും ഇറക്കാനാവില്ല. ഇതോടെ പൈപ്പിട്ട വയലുകളിൽ ഹ്രസ്വകാല വിളകൾ കൃഷി ചെയ്യാമെന്ന ഗെയിൽ അധികൃതരുടെ വാദം പൊളിഞ്ഞു. വയലുകളിൽ കൃഷി ഇറക്കാൻ തടസ്സമാവില്ലെന്ന് പറഞ്ഞു കർഷകർക്കു നൽകിയതാകട്ടെ തുച്ഛമായ നഷ്ടപരിഹാരവും. ഒന്നാം വിള ഇറക്കാത്ത വയലുകളിലെ തുടർകൃഷിയും ചെയ്യാനാവാത്തത് ജില്ലയുടെ കാർഷിക അടിത്തറ തന്നെ തകരാൻ കാരണമാവുകയാണ്. മിക്ക പാടശേഖരങ്ങളിലും കൃഷി ഇറക്കാതെ ദുരിതത്തിലാണ് കർഷകർ. പൈപ്പിടാനായി 2 മീറ്ററിലധികം ആഴത്തിൽ കുഴിയെടുത്തതിനാൽ ഈ ഭാഗത്ത് ട്രാക്ടർ ഇറക്കാൻ സാധിക്കാത്തതാണ് കൃഷിക്ക് ഏറെ തടസ്സമായത്. തൊഴിലാളികൾക്ക് പോലും ഇറങ്ങാൻ സാധിക്കാത്ത സ്ഥിതിയുണ്ട്. ഇത് കാരണം ഈ ഭാഗങ്ങൾ ഒഴിച്ചിട്ട് ബാക്കി സ്ഥലങ്ങളിൽ കൃഷി ഇറക്കേണ്ടി വരികയാണ്. വയലിൽ കൃഷി ഇറക്കാൻ തടസ്സമില്ലെന്നും പറഞ്ഞ് തുച്ഛമായ നഷ്ടപരിഹാരമാണ് കർഷകർക്ക് നൽകിയിരുന്നത്. ഇത് വഞ്ചനയാണെന്ന് കർഷകർ പറയുന്നു. കടന്നപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ പ്രധാന നെല്ലറകളായ 3 പാടശേഖരങ്ങളിലും ഗെയിൽ സമ്മാനിച്ചത് ദുരിതക്കടൽ. മഴ പെയ്തതോടെ വയലുകൾ കടലായി മാറുന്ന സ്ഥിതിയാണ്. പൈപ്പുകളിട്ട ഉടൻ വയൽ പൂർവ്വസ്ഥിതിയിലാക്കുമെന്ന് പറഞ്ഞ ഗെയിൽ അധികൃതർ പിന്നീട് തിരിഞ്ഞു നോക്കിയില്ല. കടന്നപ്പള്ളി വില്ലേജിൽ പാപ്പാഞ്ചൽ വയലിലും വെള്ളാലത്തമ്പല പരിസരത്ത് നിന്ന് കിഴക്കേക്കര ഭാഗത്തേക്ക് പോകാൻ 2 നടപ്പാത നിർമ്മിച്ചിരുന്നു. ഇവ രണ്ടും 20 മീറ്ററിലധികം കിളച്ചാണ് പൈപ്പിട്ടത്. ഈ ഭാഗം അറ്റകുറ്റപ്പണി ഭാഗികമായി മാത്രമാണ് നടത്തിയത്. ഇത് വയലിൽ വെള്ളം പരക്കാൻ കാരണമായി. ഇതും പൈപ്പിട്ട ഭാഗത്ത് കൃഷിയിറക്കാൻ തടസ്സമായി. മഴക്കാലത്ത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ കടന്നുപോകുന്ന പാതയാണ് ഇതോടെ ഇല്ലാതായത്. കടന്നപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, കിഴക്കേക്കര LP സ്കൂൾ എന്നിവിടങ്ങളിലേക്കുൾപ്പെടെ നാട്ടുകാർ നടന്നു പോകുന്ന വഴിയാണ് ഇല്ലാതായത്. കടന്നപ്പള്ളി വയലിന്റെ പ്രധാന ജലസ്രോതസ്സായ തുമ്പോട്ട, വെള്ളിവളപ്പൻമൂല, കുറ്റ്യാട്ടുംതാഴെ തോടും ഉഴുതുമറിച്ചിട്ട നിലയിലാണ്. കുറ്റ്യാട്ടുംതാഴെ, പാപ്പാഞ്ചാൽ, ആലക്കാന്തോട്, ചോനിയംകുളം എന്നിവിടങ്ങളിൽ തോടിന്റെ ഇരുഭിത്തികളും തകർത്താണ് പൈപ്പിട്ടത്. ഈ ഭാഗങ്ങളും പൂർണ്ണമായും പൂർവ്വസ്ഥിതിയിലാക്കിയിട്ടില്ല. വെള്ളം തോട്ടിലൂടെ ഒഴുകാതെ വയലിൽ നിറയുന്നത് നാടിന് തന്നെ ഭീഷണിയാവുകയാണ്. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. ഇനി കാണാം പെരുങ്കളിയാട്ട വിശേഷങ്ങൾ. പയ്യന്നൂർ പൂന്തുരുത്തി മുച്ചിലോട് പെരുങ്കളിയാട്ട ഒരുക്കങ്ങളിലേക്ക് പ്രവർത്തികൾക്ക് തുടക്കം കുറിച്ച് നിലംപണി അടിയന്തരം ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ നടന്നു. ഒരു വ്യാഴവട്ടക്കാലത്തിന് ശേഷം പെരുങ്കളിയാട്ടം നടക്കുന്ന പയ്യന്നൂർ പൂന്തുരുത്തി മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം ഇനി പെരുങ്കളിയാട്ട മുന്നൊരുക്കത്തിലേക്ക്. ഒരുക്കങ്ങൾക്ക് തുടക്കം കുറിച്ച് നിലംപണി അടിയന്തരം വ്യാഴാഴ്ച രാവിലെ 9-നും 9:55-നും ഇടയിൽ ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ നടന്നു. രാവിലെ ദേവീദേവന്മാരുടെ പ്രതിപുരുഷന്മാർ അരങ്ങിലിറങ്ങി ദിക്കുവന്ദനത്തിന് ശേഷം ക്ഷേത്രത്തിലെത്തിയ ഭക്തരെയും കൊയ്മ ഉൾപ്പെടെയുള്ളവരെയും മൊഴിചൊല്ലി പെരുങ്കളിയാട്ട വിവരം ധരിപ്പിച്ചു. ശേഷം ക്ഷേത്ര ശ്രീകോവിലിന് പടിഞ്ഞാറ് വശത്തെ കൈലാസക്കല്ലിന് സമീപം ചടങ്ങുകൾക്ക് തുടക്കമായി. ആദ്യം മുച്ചിലോട്ട് ഭഗവതിയുടെ പ്രതിപുരുഷനും തുടർന്ന് ഉപദേവതമാരുടെ പ്രതിപുരുഷന്മാരും ശേഷം ആദ്യ മുച്ചിലോടായ കരിവളൂർ മുച്ചിലോടിലേതുൾപ്പെടെ പ്രതിപുരുഷന്മാരും നിലം പ്രതീകാത്മകമായി കിളച്ചു. തുടർന്ന് ആദ്യത്തെ ക്രമപ്രകാരം പ്രതിപുരുഷന്മാർ ഓരോരുത്തരായി നിലം തല്ലിക്കൊണ്ട് നിലം തല്ലിയുറപ്പിച്ചു. ഇതോടെ ചടങ്ങുകൾ പൂർത്തിയായി. ശേഷം ക്ഷേത്രത്തിലെത്തിയ ഭക്തജനങ്ങളെ മഞ്ഞൾക്കുറി നൽകി അനുഗ്രഹിച്ചു. 1000-ഓളം പേരാണ് ചടങ്ങ് ദർശിക്കാനായി ക്ഷേത്ര പരിസരത്ത് എത്തിച്ചേർന്നത്. നിലംപണി അടിയന്തരത്തോടെ ക്ഷേത്രത്തിലെ മുന്നൊരുക്കങ്ങൾ തകൃതിയാകും. നിലമൊരുക്കൽ, ക്ഷേത്രം മോടി പിടിപ്പിക്കൽ തുടങ്ങിയ പ്രവൃത്തികളും വരും ദിവസങ്ങളിൽ നടക്കും. നിലംപണിയെ തുടർന്ന് ക്ഷേത്രത്തിലെത്തിയ മുഴുവൻ ഭക്തജനങ്ങൾക്കും അന്നദാനവും നടന്നു. സമാപന ദിവസം ഒരേ സമയം 2 മുച്ചിലോട്ട് ഭഗവതിമാർ അരങ്ങിലെത്തുന്നു എന്നതും പൂന്തുരുത്തി മുച്ചിലോട്ട് കളിയാട്ടത്തിന്റെ പ്രത്യേകതയാണ്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. പയ്യന്നൂർ പൂന്തുരുത്തി മുച്ചിലോട് പെരുങ്കളിയാട്ടം പാലയ്ക്ക് കുറിയിട്ടു. കന്നിക്കലവറയുടെ നിർമ്മാണ പ്രവർത്തികൾക്കായാണ് പാലമരം മുറിച്ചെടുത്തത്. മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര പെരുങ്കളിയാട്ടങ്ങളിൽ അന്നദാനത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. അന്നദാനത്തിനായുള്ള വിഭവങ്ങൾ പ്രതീകാത്മകമായി ശേഖരിക്കുന്ന ഇടമാണ് കന്നിക്കലവറ. കലവറയുടെ വാതിലും കിളിവാതിലും ഉൾപ്പെടെയുള്ളവ പാലത്തടിയിൽ നിർമ്മിക്കണമെന്നാണ് പൂർവിക മതം. നിലംപണി അടിയന്തരത്തിന്റെ തുടർച്ചയായാണ് പാലക്ക് കുറിയിടൽ ചടങ്ങ് നടക്കുന്നത്. കലവറയുടെ നിർമ്മാണത്തിനാവശ്യമായ പാലത്തടി മുറിച്ചെടുക്കുന്നതിന് മുൻപായി മുച്ചിലോട്ട് ഭഗവതിയുടെ പ്രതിപുരുഷനും സംഘവും പാലത്തിന് കുറിയിടും. ക്ഷേത്രത്തിൽ നിന്ന് വെള്ളയിലാടിയ പ്രതിപുരുഷനും സ്ഥാനികരും ആർപ്പുവിളികളോടെ ചേരിക്കൽ മുക്കിലെ ഇടാച്ചേരി രാമചന്ദ്ര പൊതുവാളുടെ തറവാട്ടിലെത്തി
മഞ്ഞൾക്കുറിയിട്ട് അനുഗ്രഹിച്ച ശേഷം കുത്തിട്ട് പാലമരം മുറിച്ചെടുത്തു. വരും ദിവസങ്ങളിൽ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി പാലമരം കൊണ്ട് കന്നിക്കലവറയുടെ വാതിലും കിളിവാതിലും ഉൾപ്പെടെ എടുക്കും. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. പൂന്തുരുത്തി പെരുങ്കളിയാട്ടത്തിൽ കന്നിക്കലവറ നിർമ്മാണം തുടങ്ങി. കുറ്റിയടിക്കൽ കർമ്മം വ്യാഴാഴ്ച 12-നും 12:30-നും ഇടയിൽ നടന്നു. മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര പെരുങ്കളിയാട്ടത്തിൽ അന്നദാനത്തിന്റെ പ്രാധാന്യം പോലെ ഏറെ പരിപാവനമായി കണക്കാക്കുന്ന ഇടമാണ് കന്നിക്കലവറ. കളിയാട്ട ആരംഭ ദിവസം മുതൽ തെളിയിക്കുന്ന കിടാവിളക്കിനൊപ്പം കന്നിക്കലവറയിൽ ദേവീ സാന്നിധ്യം ഉണ്ടാകുമെന്നാണ് വിശ്വാസം. പെരുങ്കളിയാട്ട ദിവസം അന്നദാനത്തിന് ആവശ്യമായ സാധനങ്ങൾ ആദ്യം കയറ്റുന്നതും കന്നിക്കലവറയിലേക്കാണ്. സൂര്യരശ്മി ഏൽക്കാത്ത തരത്തിൽ അതീവ ശ്രമകരമായി ഓല, കവുങ്ങിൻ വരിച്ചിൽ, പാന്തം തുടങ്ങിയവ ഉപയോഗിച്ചാണ് കന്നിക്കലവറ നിർമ്മിക്കുന്നത്. കലവറയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച് കുറ്റിയടിക്കൽ കർമ്മം വ്യാഴാഴ്ച നടന്നു. 12-നും 12:30-നും ഇടയിൽ നടന്ന ചടങ്ങിൽ ജന്മാശാരി മാധവൻ ആചാരി കന്നിക്കലവറയ്ക്ക് കുറ്റിയടിച്ചു. ക്ഷേത്രത്തിന്റെ വടക്കേ മതിലിനോട് ചേർത്താണ് കന്നിക്കലവറയൊരുക്കുന്നത്. ചടങ്ങിന് PV രാജേഷ്, ബാബു, ബാലൻ എന്നിവർ നേതൃത്വം നൽകി. വരും ദിവസങ്ങളിൽ കലവറ നിർമ്മാണവും തകൃതിയാകും. ഫെബ്രുവരി 4 മുതൽ 7 വരെയാണ് പയ്യന്നൂർ പൂന്തുരുത്തി മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ 13 സംവത്സരങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം പെരുങ്കളിയാട്ട മഹോത്സവം നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. മറ്റു വാർത്തകളിലേക്ക്. ഒടുവിൽ കാങ്കോൽ ചീമേനി റോഡിന് ശാപമോക്ഷം. വർഷങ്ങളായി ഗതാഗതം ദുഷ്കരമാക്കിയ ഈ റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ അതിവേഗം പുരോഗമിക്കുകയാണ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലൂടെ കടന്നുപോകുന്ന കാങ്കോൽ ചീമേനി റോഡ് നിരവധി പ്രദേശത്തുകാരുടെ ഏക ആശ്രയമായിരുന്നു. വർഷങ്ങളോളം വലിയ കുഴികളിൽ കൂടി യാത്ര ചെയ്ത് നടുവൊടിഞ്ഞവരായിരുന്നു യാത്രക്കാർ. വാഹനങ്ങളുടെ കാര്യം പറയുകയേ വേണ്ട. ഏറെ പഴികേട്ട ഈ റോഡിന് ഒടുവിൽ ശാപമോക്ഷമായിരിക്കുന്നു. നിർമ്മാണ പ്രവൃത്തികൾ അതിവേഗമാണ് പുരോഗമിക്കുന്നത്. 20,80,00,000 രൂപ ചെലവഴിച്ചാണ് ഈ റോഡിന്റെ നവീകരണം. കാങ്കോലിൽ നിന്ന് തുടങ്ങി ഏറ്റുകുടുക്ക വഴി ചീമേനി ടൗണിൽ എത്തിച്ചേരുന്നതാണ് ഈ റോഡ്. 10 കിലോമീറ്ററാണ് റോഡിന്റെ നീളം. ഇതിൽ 1 കിലോമീറ്ററിലധികം കാസർഗോഡ് ജില്ലയിലാണ്. 7 മീറ്റർ വീതിയിൽ മെക്കാഡം ടാറിംഗ് ചെയ്താണ് റോഡ് അഭിവൃദ്ധിപ്പെടുത്തുന്നത്. റോഡിന് മൊത്തം 12 മീറ്റർ വീതിയുണ്ടാകും. റോഡിന്റെ ഒരു ഭാഗത്ത് പൂർണ്ണമായും ഓവുചാലുണ്ടായിരിക്കും. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് റോഡ് നവീകരണം നടക്കുന്നത്. 18 മാസമാണ് കാലാവധിയായുള്ളത്. റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പൂർണ്ണമാകുന്നതോടെ റോഡ് കടന്നുപോകുന്ന പ്രദേശത്തുള്ളവർക്ക് മാത്രമല്ല, പൊതാവൂർ, പള്ളിപ്പാറ, പോത്താങ്കണ്ടം, കാക്കടവ്, കൊന്നക്കാട് തുടങ്ങി നിരവധി പ്രദേശത്തുള്ളവർക്ക് കൂടിയാണ് റോഡ് പ്രയോജനപ്പെടുക. KV ജോസഫ് ആൻഡ് സൺസ് കമ്പനിയാണ് നിർമ്മാണ പ്രവൃത്തി ഏറ്റെടുത്തിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. ഗ്രാമങ്ങളിൽ വീണ്ടും നാടകത്തിന്റെ അരങ്ങുണരുന്നു. ഒരിക്കൽ സജീവമായിരുന്ന നാടകങ്ങൾ ഗ്രാമജീവിതത്തിന്റെ തുടിപ്പുകളായിരുന്നു. പിന്നീട് പതിയെ പതിയെ നിശ്ചലമായി. വീണ്ടും ഇതാ നാടകങ്ങളുടെ തുടിപ്പുകൾ ഗ്രാമങ്ങളിൽ രൂപം കൊള്ളുന്നു. അടിമത്വത്തിന്റെ അടയാളമാവരുത് നിങ്ങളുടെ നാവുകൾ. എനിക്ക് ആ തലച്ചു വിളിക്ക്, കണ്ണുകൾ തുറന്നു നോക്ക്. നാടകം ഒരിക്കലും മലയാളികളുടെയോ ഭാരതത്തിന്റെയോ പോലും പാരമ്പര്യത്തിന്റെ തുടർച്ചയല്ല. അത് പ്രാചീന ഗ്രീസിൽ രൂപം കൊണ്ട ഒന്നാണ്. 1903 സദാരാമ എഴുതപ്പെടുന്ന കാലം മുതലാണ് നാടകം കേരളത്തിലേക്ക് എത്തുന്നത്. പിന്നീടിങ്ങോട്ട് നാടകത്തിന്റെ പുഷ്കലകാലമായിരുന്നു. കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേരോട്ടമുണ്ടാക്കി കൊടുക്കുന്നതിലും ഒരു നാടകം വഹിച്ച പങ്ക് ചെറുതല്ല. പിന്നെ നാടകം ജനങ്ങളിൽ നിന്ന് അകന്നുപോയി. ഒരു നീണ്ട ഇടവേളയ്ക്കു ശേഷം ഗ്രാമങ്ങളിൽ വീണ്ടും ഇതാ നാടകത്തിന്റെ ശബ്ദമേളങ്ങൾ മുഴങ്ങിക്കേൾക്കുന്നു. ഗ്രാമങ്ങളിൽ ഇപ്പോൾ നിരവധി നാടകങ്ങളാണ് പിറവികൊള്ളുന്നത്. പേരളം എന്ന കൊച്ചു ഗ്രാമത്തിൽ തന്നെ 2-3 നാടകങ്ങൾ പരിശീലിച്ച് അരങ്ങിലെത്തിക്കഴിഞ്ഞു. പ്രകാശൻ കരിവെള്ളൂരിന്റെയും മറ്റുമായി നിരവധി നാടകങ്ങൾ അംഗീകാരങ്ങൾ നേടിക്കഴിഞ്ഞു. മിക്ക നാടകങ്ങളും സമൂഹത്തിന്റെ ഗതിവിഗതികളാണ് ചർച്ച ചെയ്യുന്നത്. നാടകങ്ങളുടെ അവസാനമാകട്ടെ ഒരു ചുവന്ന പുലരി സ്വപ്നം കാണുകയും ചെയ്യുന്നു. എങ്കിലും ശ്രീകണ്ഠൻ നായരും G. ശങ്കരപ്പിള്ളയും CJ തോമസും ഒക്കെ സമ്പന്നമാക്കിയ ആ കാലത്തിന്റെ വിടവ് അങ്ങനെ തന്നെ നിലകൊള്ളുന്നു എന്ന് വിസ്മരിക്കാതെ വയ്യ. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. വർഗീയ കോമരങ്ങളെ വെട്ടി നൂർക്കുക.
കൈരളി TV മലബാർ മേഖലാ ചീഫും കേരള മീഡിയ അക്കാദമി ഭരണസമിതി അംഗവുമായ PV കുട്ടൻ എഴുതിയ പടവിറങ്ങി അഞ്ചനപ്പുഴയിലേക്ക് പുസ്തകത്തിന്റെ പ്രകാശനം ജനുവരി 4 വെള്ളിയാഴ്ച വൈകിട്ട് 4:30 മാതമംഗലത്ത് നടക്കും. കൈരളി TV മാനേജിംഗ് ഡയറക്ടർ ജോൺ ബ്രിട്ടാസ് പുസ്തക പ്രകാശനം നിർവഹിക്കും. അദ്ദേഹത്തിന്റെ ഗ്രാമീണ ജീവിതവും അതുപോലെ തന്നെ നമ്മുടെ ഉൾനാടൻ ഗ്രാമത്തിന്റെ ചരിത്രവും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു വിപുലമായൊരു പുസ്തകം അദ്ദേഹം എഴുതിയിരിക്കുകയാണ്. ആ പുസ്തകവുമായി ബന്ധപ്പെട്ട് കൈരളി TV മാനേജിംഗ് ഡയറക്ടറും മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവുമായ ജോൺ ബ്രിട്ടാസ് പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിക്കും. TV രാജേഷ് MLA പുസ്തകം ഏറ്റുവാങ്ങും. എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനുമായ എബ്രഹാം മാത്യു പുസ്തകം പരിചയപ്പെടുത്തി സംസാരിക്കും. CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി P. ജയരാജൻ മുഖ്യാതിഥിയാകും. കവി രാവുണ്ണി മുഖ്യപ്രഭാഷണം നടത്തും. ചടങ്ങിൽ രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളെ പ്രതിനിധീകരിച്ച് TI മധുസൂദനൻ, അഡ്വക്കേറ്റ് P. സന്തോഷ്, KV ഗോവിന്ദൻ, K. പത്മനാഭൻ, മനോഹരൻ മൊറായി, PK ബൈജു, സതീഷ് K. സതീഷ്, സജീവൻ മാണിക്കോത്ത്, അഞ്ജന ശശി എന്നിവർ പങ്കെടുക്കും. കണ്ണൂർ ജില്ലയിലെ ഉൾനാടൻ ഗ്രാമത്തിന്റെ വിശുദ്ധിയും ചരിത്രവും സംസ്കാരവും ജീവിതവും വായനാനുഭവമാക്കുന്ന പുസ്തകത്തിന് അവതാരിക എഴുതിയിരിക്കുന്നത് പ്രശസ്ത സാഹിത്യകാരൻ M. മുകുന്ദനാണ്. കോഴിക്കോട് ഗ്രാൻമയാണ് പ്രസാധകർ. മാധ്യമസമ്മേളനത്തിൽ C. സത്യപാലൻ, P. സജികുമാർ, PV ബാലൻ, KV സുനുകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ശബരിമല സന്നിധാനത്ത് യുവതീ പ്രവേശം. തൃക്കരിപ്പൂരിൽ വേറിട്ട പ്രതിഷേധം നടത്തി. മുഖം മൂടിക്കെട്ടി കരിങ്കൊടിയുമായി ഒറ്റയാൾ പ്രകടനം നയിച്ച് മഞ്ഞ സതീശൻ. സന്നിധാനത്ത് ആചാരലംഘനം നടന്നത് സതീശന് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. യുവതീ പ്രവേശം നടന്നതിലുള്ള പ്രതിഷേധം നിരവധി തവണ ശബരിമല സന്ദർശനം നടത്തിയ സതീശൻ തല കറുത്ത തുണി കൊണ്ട് മൂടിക്കെട്ടി ഒരു കൈയിൽ കരിങ്കൊടിയും മറുകൈയിൽ പ്ലക്കാർഡുമേന്തി ഒറ്റയാൾ പ്രകടനം നടത്തിയായിരുന്നു പ്രതിഷേധിച്ചത്. മനുഷ്യന് ഭക്ഷണം പോലെ തന്നെ വിശ്വാസവും അവൻ്റെ ജീവിതത്തിൽ അടിയുറച്ചതാണ്. അന്ധവിശ്വാസവും വിശ്വാസവും രണ്ടും രണ്ടാണ്. വിശ്വസിക്കാനുള്ള അവകാശം ഏതൊരു ഇന്ത്യൻ പൗരൻ്റെയും മൗലിക അവകാശമാണ്. അതിന് നിഷേധിക്കുന്ന ഭരണകൂടത്തിനെതിരെ കോടതികൾക്കായാൽ അത് പൗരൻ്റെ വ്യക്തി നിയമങ്ങളിലേക്ക് കൈകടത്തുന്ന രീതിയെ നമ്മൾ ശക്തമായി എതിർത്തേ പറ്റൂ. സതീശന്റെ വേറിട്ട പ്രതിഷേധ രീതി ടൗണിൽ ചർച്ചയായി. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ഗൃഹചികിത്സയ്ക്ക് ഏറെ പ്രാധാന്യമുണ്ടായിരുന്ന നമ്മുടെ നാട്ടിൽ നിന്നും അസുഖങ്ങൾ ഒഴിഞ്ഞുപോയിരുന്നത് വീടിനു ചുറ്റും വളരുന്ന ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ കൊണ്ടായിരുന്നു. പനിക്കൂർക്കയുടെയും കീഴാർനെല്ലിയുടെയും ബ്രഹ്മിയുടെയും തുളസിയുടെയും ഇഞ്ചിയുടെയും ഗുണങ്ങൾ നാം മറന്നുകഴിഞ്ഞു. ആശുപത്രി വ്യവസായം ഇത്രയേറെ വളർന്ന ഒരു സംസ്ഥാനം നമ്മുടേതല്ലാതെ വേറൊന്നില്ല. ചെറിയൊരു പനി വരുമ്പോഴേക്കും നാം സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലേക്ക് പോവുകയാണ് പതിവ്. ചെറിയ രോഗങ്ങൾക്ക് പോലും വലിയ തുക നൽകാൻ നമുക്ക് മടിയുമില്ല. എന്നാൽ ചുറ്റുമുള്ള ചെടികളെ ഒന്നറിഞ്ഞാൽ ചെറിയ രോഗങ്ങൾക്കൊക്കെ നമുക്ക് തന്നെ പരിഹാരം ചെയ്യാവുന്നതേയുള്ളൂ. കുറഞ്ഞ ചിലവ്, സമയലാഭം, പാർശ്വഫലങ്ങളില്ലായ്മ എന്നിവയാണ് ഗൃഹചികിത്സയുടെ പ്രധാന നേട്ടങ്ങൾ. ഔഷധസസ്യങ്ങളാൽ സമ്പന്നമാണ് നമ്മുടെ പ്രദേശം. രോഗങ്ങളെ പ്രതിരോധിക്കാനും രോഗങ്ങൾ വന്നാൽ ഭേദമാക്കുവാനുമുള്ള സസ്യങ്ങളുടെ കഴിവ് വളരെ പണ്ടേ നാം മനസ്സിലാക്കിയിരുന്നു. പ്രകൃതിദത്ത ഔഷധസസ്യങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കുന്നത് ആധുനിക ജീവിതത്തിന്റെ സമ്മർദ്ദങ്ങളാണ്. ചെറിയ ചെറിയ രോഗങ്ങൾക്ക് നാം ആശുപത്രിയെ ആശ്രയിക്കുന്ന പതിവ് ഇല്ലാതാക്കേണ്ടിയിരിക്കുന്നു. ഇതിന് ആദ്യം വേണ്ടത് നമുക്ക് ചുറ്റും വളരുന്ന സസ്യങ്ങളെക്കുറിച്ചുള്ള പഠനമാണ്. നാട്ടിൻപുറത്തെ പ്രായം ചെന്നവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞുതരും നമുക്ക് ഈ സസ്യങ്ങളുടെ രോഗപ്രതിരോധ ശേഷിയെക്കുറിച്ച്. ഒറ്റമൂലിപ്രയോഗം പോലും അത്ര ചെറുതായ കാര്യമല്ല. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. ജനുവരി 8, 9 തീയതികളിൽ നടക്കുന്ന ദേശീയ പണിമുടക്കിന്റെ പ്രചരണാർത്ഥം നടത്തുന്ന കാൽനട പ്രചരണ ജാഥയ്ക്കു തുടക്കമായി. ഏറ്റുകുടുക്കയിൽ നടന്ന പ്രചരണ പരിപാടി C. സത്യപാലൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ തൊഴിലാളി വർഗം ഉന്നയിക്കുന്ന, കർഷക വർഗം ഉന്നയിക്കുന്ന, കർഷക തൊഴിലാളി വർഗം ഉന്നയിക്കുന്ന, ഇന്ത്യയിലെ പണിയെടുത്ത് ജീവിക്കുന്ന ജനവിഭാഗങ്ങൾ ഉന്നയിക്കുന്ന
എല്ലാ പ്രശ്നങ്ങളോടും നിഷേധപരമായ സമീപനമാണ് രാജ്യം ഭരിക്കുന്നവർ സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിലുള്ള കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് തല കാൽനട പ്രചരണ ജാഥയ്ക്കാണ് ഏറ്റുകുടുക്കിയിൽ തുടക്കമായത്. മിനിമം വേതനം 18,000 രൂപയായി നിശ്ചയിക്കുക, പൊതുവിതരണം ശക്തിപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്കുന്നത്. ടി നാരായണനാണ് ജാഥ ലീഡർ, എൻ അബ്ദുൾ ഗഫൂർ ജാഥ മാനേജർ. ടി നാരായണൻ ജാഥ ലീഡറും എൻ അബ്ദുൾ ഗഫൂർ ജാഥ മാനേജറുമായാണ് ജാഥ നടത്തുന്നത്. ചടങ്ങിൽ പി വി ബാലൻ അധ്യക്ഷത വഹിച്ചു. ടി നാരായണൻ, എൻ അബ്ദുൾ ഗഫൂർ, പി വി പത്മനാഭൻ, കെ മനോഹരബാബു, ടി തമ്പാൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിനു ശേഷം ജാഥ കാങ്കോലിൽ സമാപിക്കും. ശ്രീ കുടക്കത്ത് കൊട്ടണച്ചേരി കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി കുടക്കത്ത് കാഴ്ച കമ്മിറ്റി ഏർപ്പെടുത്തിയ കാർഷിക സമ്മാന പദ്ധതിയുടെ ജനുവരി 3 നടത്താനിരുന്ന നറുക്കെടുപ്പ് ഹർത്താലിനെ തുടർന്ന് മാറ്റിവെച്ചു. ജനുവരി 5 ഉച്ചയ്ക്ക് 2 മണിക്ക് കുടക്കത്ത് വെച്ച് നറുക്കെടുപ്പ് നടത്തപ്പെടും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശബരിമലയിൽ സ്ത്രീപ്രവേശനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ശബരിമല കർമ്മസമിതി ആഹ്വാനം ചെയ്ത ഹർത്താൽ ഭാഗികം. ശബരിമല വിഷയത്തിൽ 5ാമത്തെയും ഈ വർഷത്തെ ആദ്യത്തെയും ഹർത്താലാണ് വ്യാഴാഴ്ചത്തേത്. അധികൃതരുടെ അവഗണനയിൽ വീർപ്പുമുട്ടി പെരിങ്ങോം വെളിച്ചം തോട് റോഡ്. അരനൂറ്റാണ്ടിലധികം പഴക്കമുള്ള ഈ റോഡ് പൂർണ്ണമായും തകർന്നിട്ട് വർഷങ്ങൾ. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡിനാണ് ഈ അവഗണന. ഗെയിൽ വാതക പൈപ്പ് ലൈനിനായി കുഴിയെടുത്ത വയലുകളിൽ 2ാം വിളയും ഇറക്കാനായില്ല. ഇതോടെ പൈപ്പിട്ട വയലുകളിൽ ഹ്രസ്വകാല വിളകൾ കൃഷി ചെയ്യാമെന്ന ഗെയിൽ അധികൃതരുടെ വാദവും പൊളിഞ്ഞു. പയ്യന്നൂർ പൂന്തുരുത്തി മുച്ചിലോടെ പെരുങ്കളിയാട്ട ഒരുക്കങ്ങളിലേക്ക്. പ്രവർത്തികൾക്ക് തുടക്കം കുറിച്ച് നിലംപണി അടിയന്തരം ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ നടന്നു. ഒടുവിൽ കാങ്കോൽ ചീമേനി റോഡിനു ശാപമോക്ഷം. വർഷങ്ങളായി ഗതാഗതം ദുഷ്കരമാക്കിയ ഈ റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ അതിവേഗം പുരോഗമിക്കുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ് വാർത്താ നേരം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.